സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. അതെ, എന്താ എന്തിനത് എന്തായി അയാൾക്ക് BJP നിന്ന് അവഗണന, വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് സ്നേഹത്തിന്റെ രാഷ്ട്രീയം. സംസാരിച്ചിട്ട് ചെയ്യാലോ. എന്തിനു അഭിപ്രായം എന്താ? ചേട്ടൻ്റെ അഭിപ്രായം എന്താ? shouldn't have joined. He shouldn't have joined. He could have talked to people concerned and come to an understanding, isn't it? പ്രയാസാണ് ഗുണം ഉണ്ടാവില്ല. ആർക്ക് ഗുണം ഉണ്ടാവില്ല? ജനങ്ങൾ ഗുണം ഉണ്ടാവില്ല. സന്ദീപ് വാര്യർക്ക് ഗുണം ഉണ്ടാവും. അയാൾക്ക് ചിലപ്പോൾ ഗുണം ഉണ്ടായി പോകുന്നു. ജനങ്ങൾ ഗുണമില്ല. ജനങ്ങൾ ചിലപ്പോൾ അംഗീകരിക്കണേ കുറെ കഴിയണം. എല്ലാവരും പെട്ടെന്ന് അയാൾ പാർട്ടി വിട്ടോണ്ട് ഒക്കെ ഈ പാർട്ടി വിടുമ്പോൾ അധികാരം പോവാണ്. നല്ല തീരുമാനം. ആര് വന്നാലും നമുക്ക് കിട്ടണത് കിട്ടിയാൽ മതി. ചേട്ടൻ കോൺഗ്രസ് ആണോ? അങ്ങനെ പറയാം. അതുപോലെ അല്ല, നമുക്ക് കിട്ടിയ ജനങ്ങളായിട്ട് പറഞ്ഞു. ആര് ഭരിച്ചാലും നല്ലത് ചെയ്താൽ മതി. അത് നമ്മളെ എവിടെ നിന്നാലും ആര് ജയിച്ചാലും. BJP നിന്ന് കോൺഗ്രസ് ചേർന്നു, എന്താ നിങ്ങളുടെ അഭിപ്രായം? BJP കോൺഗ്രസ് ചേർന്നാ? ഓ, അതൊരുമാതിരി അങ്ങനെ ചെയ്തത് മോശമായി പോകുന്നതാണ് നമ്മുടെ അഭിപ്രായം. അതൊരുമാതിരി അല്ല, അത് ഒരുമാതിരി നല്ല കേട്ടോ. അത് മോശമല്ലേ. പുള്ളി അവിടെ നിന്ന് അവിടെ BJP പ്രതിനിധീകരിച്ച് വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പാർട്ടി മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിലപാടില്ലാത്തൊരു സംഭവമായി പോയെന്നാണ് അഭിപ്രായം. ആർക്കെങ്കിലും ഗുണം ചെയ്യോ? BJP ഗുണം ചെയ്യോ, കോൺഗ്രസ് ഗുണം ചെയ്യോ, അതോ ജനങ്ങൾക്ക് ഗുണം ചെയ്യോ, അതോ സന്ദീപിന് ഗുണം ചെയ്യോ? അതിപ്പോൾ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയാണല്ലോ സംഭവം മാറിയത് പാർട്ടി. അതിനെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളില്ല. അവർക്കാണ് അതിൻ്റെ ഒരു എന്താ പറയാനുള്ളത്? എനിക്കും പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. ഇല്ല, വോട്ടുണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. നമ്മളിവിടെ വെറുതെ വന്നത്. അതെ, വോട്ടർ പ്രത്യേകം. അതിപ്പോൾ മാറിയോ ഇല്ലയോ എന്നല്ല, നമുക്ക് നല്ലത് ചെയ്യുന്നത് എവിടെയാണെങ്കിലും നല്ലതല്ലേ. നമുക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ ഇന്ന പാർട്ടി എന്നല്ല, സ്വതന്ത്രനാണെങ്കിലും നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത്. ആർക്കെങ്കിലും ഗുണം കിട്ടുമെന്ന് ചോദിച്ചാൽ സന്ദീപ് വാര്യർക്ക് ഗുണമുണ്ടാവും. അല്ലാതെ പ്രത്യേകിച്ച് കോൺഗ്രസിന് സന്ദീപ് വാര്യനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നു. ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും? ജനങ്ങൾക്ക് ആരിനെ കൊണ്ട്? ജനങ്ങൾക്ക് ആര് വന്നാലും ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. വ്യക്തികൾക്ക് നേട്ടങ്ങളുണ്ടാവും. അറിയോ? സന്ദീപ് വാര്യരെ അറിയാമോ? അറിയില്ല. അങ്ങനെ ഒരു നേതാവ് ഉണ്ടായിരുന്നു കേരളത്തിൽ. അദ്ദേഹം BJP വിട്ട് കോൺഗ്രസ് ചേർന്നിരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ആളെ അറിയത്തോലും ഇല്ല. എവിടുത്തെ? പാലക്കാട്ടുകാരാണോ? അറിയില്ല, എനിക്കറിയില്ല. അല്ല, നിങ്ങൾ പാലക്കാട്ടുകാരാണോ? അതെ. ഈ മണ്ഡലത്തിൽപ്പെട്ട ആളാണോ? പാലക്കാട് മണ്ഡലമാണോ? അല്ല. ഏത് മണ്ഡലമാണ്? വോട്ടുണ്ട്. വോട്ട് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഓഫറില്ലാതെ അങ്ങനെ വരില്ലല്ലോ. കുറേ മാർക്സിസ്റ്റിൽ പോകുമെന്ന് പറഞ്ഞു, പിന്നെ കോൺഗ്രസ്സിൽ വന്നു. അഭിപ്രായം അറിയില്ല, എങ്ങനെയാണെന്നുള്ള അറിയില്ല. നിൽക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിൽ കുറേ വോട്ട് കിട്ടും. ഇപ്പോൾ ഇപ്രാവശ്യം എന്തായാലും കോൺഗ്രസ്സാണ് ജയിക്കുക അവിടെ. കാരണം സന്ദീപിൻ്റെ വരവ് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ അവിടെ പാലക്കാട്? അത് ഗുണം ചെയ്യും, കുറച്ച് ഗുണം ചെയ്യും. BJP വോട്ടുകളൊക്കെ കോൺഗ്രസിന് കിട്ടുമോ? കുറേ വോട്ട് പോകും, BJP വോട്ട് പോകും, കുറേ വോട്ട് പോകും. ചേട്ടൻ്റെ വോട്ട് എവിടെയാണോ? ഇവിടെ കൽമണ്ടത്ത്. കോൺഗ്രസ് ചേർന്ന് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. സന്ദീപ് വാര്യർ അറിയാവോ? സന്ദീപ് വാര്യർ അറിയില്ല, പറയണ ഞാൻ ന്യൂസിൽ കണ്ടിട്ടുണ്ട്. BJP നേതാവാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം എനിക്ക് ഭയങ്കര കാര്യമാണ്. ഷാഫിഖിൻ്റെ അതേ റൂട്ടിൽ പോകുന്ന ഒരാളാണ്. അവരിലേക്കാണ് ഇപ്പോൾ സന്ദീപും കൂടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പാലക്കാട് ജയിക്കുന്ന ഒരു ഉറപ്പുണ്ട്. സന്ദീപിൻ്റെ വരവ് കോൺഗ്രസിന് ഗുണം ചെയ്യും. എന്തായാലും ചെയ്യും. നല്ല അഭിപ്രായം കോൺഗ്രസിനോട്. വളരെ നല്ല അഭിപ്രായം. കാരണം സന്ദീപ് വാര്യർ BJPയുടെ ഒരു സ്പോക്സ് പേഴ്സൺ ആയിരുന്നില്ലേ. അതായത് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു മാധ്യമത്തിൽ ശ്രദ്ധ നേടിയൊരു ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പാർട്ടി വിട്ട് അതിൻ്റെ നയങ്ങളെ ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് വരുന്ന സമയത്ത് അത് ഹാർദവമായിട്ട് സ്വീകരിക്കല്ലേ വേണ്ടത്. കോൺഗ്രസിന് ഗുണം ചെയ്യും വരവ്. കോൺഗ്രസിന് ഗുണം ചെയ്യും, എന്താ സംശയം? കാരണം BJP ഒരു പരിധിവരെ എന്താണോ മറച്ചു വെച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ഒരാൾ വരും. പ്രത്യേകിച്ച് ഒരു സ്പോക്സ് പേഴ്സൺ എന്ന് പറഞ്ഞല്ലോ. ഈ സരിൻ LDFിലേക്ക് പോയ പോലെയാണോ? സരിൻ LDFിലേക്ക് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി അത് ഈ ഒരു ഇമ്പാക്റ്റിലല്ലല്ലോ പോയത്. അതായത് സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്ന ഒരു ആൾ പോയി അവിടെ ഇത് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ വന്നത്. അതായത് എന്ന് വെച്ചാൽ ഇലക്ഷൻ്റെ ഒരു പടിവാതികൾ നിൽക്കുമ്പോഴല്ലേ സന്ദീപ് വാര്യർ വന്നത്. ഇത് നേരത്തെ തൊട്ട് ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ വികാസത്തിൻ്റെ പുറത്തല്ലേ സന്ദീപ് വാര്യർ വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ ഇലക്ഷന് സീറ്റ് കിട്ടാത്തതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ലല്ലോ. അല്ലല്ല.